ഹലോ, നല്ല നമസ്കാരം. ഞാനിപ്പോൾ ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ DC യൂണിവേഴ്സിലെ രണ്ടാമത്തെ വലിയ പടം സൂപ്പർ ഗേൾ ഒടുവിൽ ഞാനിന്ന് കണ്ടു. കഴിഞ്ഞ വർഷം നമ്മളിറങ്ങിയ സൂപ്പർമാൻ കണ്ട് നമ്മളൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു സിനിമ. ആ ഒരു കളർഫുൾ വൈബും പോസിറ്റിവിറ്റിയും ഒക്കെ പ്രതീക്ഷിച്ചാണ് മച്ചാന്മാരെ നിങ്ങൾ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിരാശ തന്നെയായിരിക്കും. കാരണം ഈ സിനിമ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരുമാതിരി ഡാർക്ക് ഷെയ്ഡ്, അതോടൊപ്പം തന്നെ പഴയ DC സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണമാണ്. ടോം കിങ്സിൻ്റെ സൂപ്പർ ഹിറ്റ് ഗ്രാഫിക്സ് നോവലായിട്ടുള്ള ബോസ് ചെയ്ത അന നോറ തിരക്കഥ എഴുതി ക്രൈസ് ഗില്ലിയപ്സിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന പടമാണ്. പക്ഷേ ശരിക്കും ഇതൊരു മാസ്റ്റർ പീസ് ആകേണ്ടിയിരുന്നു. പക്ഷേ മിലി ആൽക്കോസ് നന്നായിട്ട് സൂപ്പർ ഗേളായിട്ട് നന്നായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം, പടത്തിനെ വലിപ്പിച്ച് നീട്ടി ശരിക്കും തിരക്കഥയിലെ വൻ പാളിച്ച കാരണം ഉണ്ടല്ലോ, പടം മൊത്തത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോയി. ഒരു ആവറേജ് അനുഭവമായി ഒതുങ്ങിപ്പോയി. വെറും 1 മണിക്കൂർ 48 മിനിറ്റ് മാത്രമുള്ള ഈ പടം കണ്ടിറങ്ങുമ്പോൾ ശരിക്കും നമുക്കുണ്ടല്ലോ ഒരു ഫീല്, ഒരു 3 മണിക്കൂർ കണ്ട ഒരു ഫീലാണ്. എന്തുകൊണ്ടാണ് ഈ പടത്തിന് ഈ ഒരു അവസ്ഥ വന്നതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കണം. ചിലപ്പോൾ ഈ എൻ്റെ വീഡിയോ ചിലപ്പോൾ ദൈർഘ്യം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ ആകാൻ സാധ്യത വളരെ കൂടുതലാണെങ്കിൽ ക്ഷമിക്കുക. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. ഈ കോമിക്സ് വായിച്ചവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതിൻ്റെ പ്രപഞ്ചത്തിലൂടെ വലിയൊരു യാത്രയും അതോടൊപ്പം തന്നെ കര എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇമോഷൻ വളർച്ചയും ഒക്കെയാണ് വളരെ മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലുണ്ടല്ലോ ഈ സിനിമയിൽ വരുമ്പോൾ ഈ വലിയ ഒരു കഥയെ വെറും ഒരു 3 ദിവസത്തെ ഒരു തിരക്ക് പിടിച്ച മിഷനാക്കി മാറ്റി ചുരുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് കരയുടെ വിശ്വസ്തയായിട്ടുള്ള ക്രിസ്തോ ആ നായയ്ക്ക് വിഷമേൽക്കുന്നു. അതിനോട് തുടർന്ന് 3 ദിവസത്തിനുള്ളിൽ മരുന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു ടൈം ലിമിറ്റ് വെറുതെ തിരക്കഥയിൽ തിരികെ കയറ്റിയതുകൊണ്ടല്ലോ കോമിക്സിലെ ഏറ്റവും മികച്ച പല ഭാഗങ്ങളും സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണോ അതോ വെട്ടിമാറ്റിയതാണോ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമിക്സിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഡീനോസറിൻ്റെ ആ ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളഞ്ഞു. അത് പടത്തിൻ്റെ ആ ഒരു ത്രില്ലിംഗ് എലമെൻറ്റ് കുറച്ച് കളഞ്ഞു. കഥയെ വളരെ വേഗത്തിൽ തീർക്കേണ്ടത് ആണെന്ന് ഡയറക്ടർക്ക് പിന്നെ തോന്നിയതുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് സ്പീഡ് കൂട്ടി എന്ന് തോന്നുന്നു. പക്ഷേ സ്പീഡ് കൂട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ലാഗാണ് അടിച്ചത്. പക്ഷേ സിനിമ ഞാൻ പറഞ്ഞതുപോലെ 1.25 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ സംഭവം എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് തോന്നിപ്പിക്കുന്നുവെങ്കിലും ഒന്നും സംഭവിക്കാതെ പല സീനുകളും നീണ്ടു പോവുകയാണ്. ഒരു വെബ് സീരീസ് കാണുന്ന ആ ഒരു മടുപ്പോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കണ്ടു തീർത്തത് എന്നതാണ് സത്യം. ഇനി ഈ പടത്തിൽ ലോജിക്കില്ലായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 എണ്ണം പറയാം. ഇതിൽ എന്താ പറയുക, കുറേ മണ്ടത്തരങ്ങൾ. സിനിമയിലെ വില്ലൻ കെമിസിൻ്റെ അവൻ്റെ ഗ്യാങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? സാധാരണ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കുക. ഹോളിവുഡ് പടങ്ങളിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ആ ഒരു ഡാർക്ക് ഷെയ്ഡ്, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഡാർക്ക് ലെയർ ഇവിടെ വലിയൊരു തമാശയാക്കിയാണ് കാണിക്കുന്നത്. പടത്തിൻ്റെ തുടക്കത്തിൽ കരയും റൂത്തും ആ 2 പെൺകുട്ടികളും വില്ലൻ്റെ മുന്നിൽ വന്ന് പടുകയാണ്. തങ്ങളുടെ പ്രധാന ലക്ഷ്യം മറന്നുകൊണ്ട് വില്ലൻ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പകരമുണ്ടല്ലോ കരയുടെ കപ്പൽ മോഷ്ടിക്കുകയും പിന്നെ നായയെ വെടിവെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ മെയിൻ ബിസിനസ് മറന്ന് വില്ലൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറിയത് എന്നതിന് പടത്തിൽ യാതൊരുവിധ എക്സ്പ്ലനേഷനും തന്നിട്ടില്ല. പിന്നെ ആ പട്ടിയുടെ വിഷത്തിൻ്റെ കാര്യം പടത്തിൽ ഉടനീളം നായയുടെ ശരീരത്തിൽ കയറിയ ആ ഒരു വിഷത്തെക്കുറിച്ച് ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ വിഷം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്, ഗംഭീരമാണ്, ഇപ്പം കയറിയ ചത്തുപോകും. ചില സ്ഥലത്താണ് ഈ പാരസെറ്റമോളിൻ്റെ ആ ഒരു വില പോലും കൊടുക്കാത്ത രീതിയിൽ സത്യമായിട്ട് ആ വിഷത്തെ പോലും പല രീതിയിലും പല സ്ഥലത്തും പല രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് കഥയിലെ ആ സീരിയസ്നെസ്സിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. DC പ്രപഞ്ചത്തിലെ ലാറ്റക്സിനെയും അതോടൊപ്പം തന്നെ ലൂതറിനെയും ബ്രെയിനെയും ഒക്കെ കണ്ട് ശീലിച്ച നമ്മളുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ക്രോ എന്ന് പറയുന്ന വില്ലൻ വരുമ്പോൾ അതൊരു വെറും ഈച്ച അല്ലെങ്കിൽ പാറ്റയെ വരുന്ന ഒരു ഫീല് മാത്രമേ കാണുന്നുള്ളൂ. ഒരു സീരിയസ്നെസ് വില്ലനില്ല. നായികമാരെ കൊല്ലാൻ 100 ചാൻസ് കിട്ടിയിട്ടും അയാൾ അവരെ ജീവനോടെ വിടുന്നു. എന്തിനാണ്? തിയേറ്ററിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും സുഖമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ കടന്നു പോകുന്നത്. പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് വന്നാലുണ്ടല്ലോ ഈ സിനിമയിലെ കടുത്ത നിരാശ തന്നത് കോമിക്സിലെ ആ അത്ഭുത പ്രപഞ്ചത്തെ വളരെ കളർഫുള്ളും മനോഹരമായിട്ടാണ് കാണിക്കേണ്ടത്. എന്നാൽ സിനിമയിലെ നമുക്ക് തന്നിരിക്കുന്ന തികച്ചും ഡാർക്ക് ചെളി പുരണ്ടതുപോലുള്ള ഒരു വിഷ്വലുകളാണ്. മാഡ് മാക്സ് സിനിമകളുടെ ഒരു പൂവറായിട്ടുള്ള ഒരു പതിപ്പ്. പല ഗ്രഹങ്ങളും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്.
ഇനി നമുക്ക് ഇതിലെ ഏറ്റവും വലിയ തമാശ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. സിനിമയുടെ പകുതിയിൽ ഒരു വലിയ ഫൈറ്റ് സീനുണ്ട്. കര തൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് വില്ലന്മാരെ അടിച്ചു പരത്തുന്ന രംഗം. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളേണ്ട, കൈയടിക്കേണ്ട സീന്. പക്ഷേ ആ സിനിമയ്ക്കുണ്ടല്ലോ, ആ ഒരു സീനിന്, ആ ആക്ഷൻ സീക്വൻസിന് ഒരു പാട്ടെടുത്ത്, അത് സ്ലോ പാട്ട് എടുത്തിട്ട് ആക്ഷൻ സീക്വൻസ് കച്ചടയാക്കിയെന്ന് വെച്ചാൽ കച്ചടയാക്കി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെറുതെ ഇല്ലാതെ ഹൂ ഹാ എന്ന് മാത്രം വച്ചെങ്കിൽ പോലും അത് നല്ല പവർഫുൾ ആയിരുന്നു തന്നെ. വെറുതെ അത് ആ രംഗത്തിൽ പിടിച്ച് പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കച്ചടയാക്കി കളഞ്ഞു. എന്നാൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടെങ്കിലും ഉണ്ട്. എന്ത് പുല്ലിനടാ അങ്ങനെയുള്ളൊരു പാട്ട് അവിടെ എടുത്ത് പ്ലേസ് ചെയ്തതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മാസ് ഫീൽ ചെയ്യേണ്ട വശത്താണ് തിയേറ്ററിൽ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ക്രിഞ്ച്, ആ പാട്ട് കയറ്റിയ ക്രിഞ്ച് സാധനം മാറ്റിയെങ്കിൽ സൂപ്പറായിരുന്നു. ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ അത്രയും പിന്നെ കരയുടെ പല ആക്ഷൻ സീക്വൻസും കിട്ടില്ലമായിരുന്നു. പക്ഷേ എന്തൊരു ചെയ്യാൻ, ഒത്തില്ല എന്ന് തന്നെ പറയാം. കരയുടെ പല ആക്ഷൻ സീക്വൻസും ഉണ്ടല്ലോ കോമഡി ഫ്ലാറ്റിലേക്ക് മാറ്റി എന്നുള്ളതാണ്. കരയ്ക്ക് പലയിടത്തും പവർ ഇല്ലാത്തതുപോലെയും വില്ലന്മാർ അവളെ വെറുതെ തല്ലി ചതയ്ക്കുന്നതായും കാണിച്ചിരിക്കുകയാണ്. ഇത് കഥാപാത്രത്തിൻ്റെ സൂപ്പർ പരിവേഷത്തെ മൊത്തത്തിൽ കളഞ്ഞു കുടിച്ചു എന്നുള്ളതാണ്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പിന്നെ മുഴുവൻ മോശം CGI കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ്. ഫ്ലാഷ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ പിന്നെ മാസാണ് ക്ലൈമാക്സിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. പക്ഷേ അതുപോലും ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന മറ്റൊരു ക്യാരക്ടറാണ് ജോസൺ ബോബോയുടെ അവതരിപ്പിച്ച ലോബോ സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററിൽ കുറച്ചൊക്കെ എനർജി വരുന്നുണ്ട്. പക്ഷേ ജോസോ മോവോ ആ വേഷം നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ലോബോയുടെ പ്രകടനം അങ്ങേറ്റം ഓവർ ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പടത്തിലെ ലോബോയുടെ തമാശകളും വൺ ലൈനുകളും പലതും വെറും കൊച്ചു കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക്, 10-12 വയസ്സുള്ള കുട്ടികളുടെ നിലവാരമുള്ള കോമഡി ആക്കി അതിനെ ചുരുക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അനാവശ്യമായി ചിരിക്കുന്ന ലോബോ ചില സീനുകളിൽ കടുത്ത അരാജകം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ ആശയങ്ങൾ ഒന്നെന്ന് പറയുന്നത് പിന്നെ ഫീമെയിൽ റേഞ്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ അതിജീവനം. എന്നാൽ ഈ തിരക്കഥയിൽ ഇത് ആഴത്തിൽ കാണിക്കുന്നതിന് പകരം വെറും ഡയലോഗുകൾ മാത്രം പറഞ്ഞ് അതിനെ കച്ചടാക്കി കളഞ്ഞു. കരയുടെ ഉള്ളിലെ മാനസിക ആഘാതങ്ങൾ ശരിക്ക് ഒരു ഇമോഷൻസ് കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംവിധാനം സാധിച്ചില്ല എന്നുള്ളതാണ്. എല്ലാം വളരെ എന്താ പറയുക, ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു സിനിമയുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. ക്ലൈമാക്സിൽ എത്തുമ്പോൾ കോമിക്സ് വായിച്ചവർക്ക് അറിയാം ഈ കഥയുടെ മെയിൻ തീം എന്താണ്. പ്രതികാരമല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ ഉണക്കുക എന്നുള്ളതാണ്. റൂത്ത് എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടി പ്രതികാര ചിന്തകളിൽ നിന്നും പിന്തിരിച്ച് നല്ല വഴിയിൽ നടത്തുക എന്നുള്ള ആ ഒരു ശ്രമം. എന്നാൽ സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സംവിധായകനും തിരക്കഥയും എടുത്ത ചില തീരുമാനങ്ങൾ സിനിമയുടെ അതുവരെ പറഞ്ഞ എല്ലാ ഗുഡ് മെസ്സേജും തകിടം മറിക്കുകയാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകളും പരസ്പര വിരുദ്ധമാണ്. ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കിയാണ്. ഒരു സൂപ്പർ ഹീറോയുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു ക്ലൈമാക്സാണ് ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രതികാരം ചെയ്യരുത് എന്ന് ഉപദേശിച്ച് നന്നാക്കുന്നതിന് പകരം വിപരീതമായിട്ടുള്ള ഒരു സിനിമ അനുഭവമാണ് സംവിധായകൻ ഇതിൽ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പ്രേക്ഷകർക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. കോമിക്സിൻ്റെ ആ ഒരു മനോഹാരിത അല്ലെങ്കിൽ ആത്മാവ് പൂർണ്ണമായും കൊല വിളിച്ചു എന്ന് തന്നെ ഞാൻ പറയും. തീർന്നു മച്ചന്മാരെ, ഈ സിനിമയുടെ എല്ലാം മോശമാണ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പറയാനുണ്ട്. അഭിനേതാക്കളുടെ പ്രകടനം. മിലി അൽക്കോ ഒരു ഒന്നാന്തരം നടിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. തിരക്കഥ എത്ര മോശമാണെങ്കിലും അവർ തൻ്റെ ക്യാരക്ടറിനെ മികച്ചതാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് കാംബ്രോസ്, അദ്ദേഹവും ക്രിപ്സൺ ഗ്രഹത്തിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ സിനിമയിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ റീവും അതിൻ്റെ റൂത്തും നന്നായിട്ട് അഭിനയിച്ചു. പക്ഷേ എത്ര നല്ല ആക്ടേഴ്സ് ഉണ്ടായിട്ടും ഒരു മോശം തിരക്കഥ ആയതുകൊണ്ടും ഒരു പിന്നെ ലക്ഷ്യമില്ലാത്തത് കൊണ്ടും സിനിമയെ സംവിധാനം രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സൂപ്പർ ഗേൾ ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ DCOവിന് ഇതൊരു മികച്ച തുടക്കമല്ല. മികച്ചൊരു കോമിക്സ് കഥയെ എടുത്ത് വെറും ആവറേജ് സിനിമയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തരുത് എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരു വലിയ ബിഗ് നോ ആണ് ഞാൻ ഈ സൂപ്പർ ഗേളിന് പറയാൻ കാരണം. എൻ്റെ ഒപ്പീനിയൻ ഇതിൽ 5-ൽ ഒരു 2 മാർക്ക് കൊടുക്കാവുന്ന ഒരു നോർമൽ സിനിമയായിട്ട് ഇതിനെ മാറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.